ഇൻട്രോ ആണോ? പിന്നെ എന്തിനാ മറ്റേ ഡിലീറ്റ് ചെയ്ത? ഓക്കെ, എന്നാ പിന്നെ പാട്ട് മാത്രം ഇതോ. എഡിറ്റ് ചെയ്യണോ? വേണ്ട. പറ. 16 വർഷം 5 വർഷത്തിന് ശേഷം 16 വർഷത്തിന് ശേഷം നമ്മുടെ വീടിന്റെ പേരെന്താണ്? ശ്രീദർശൻ ഇല്ലത്ത്. നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് 4 പേര്. അപ്പോൾ നമ്മൾ നമ്മുടെ ആന്തം റിഫ്രഷ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും. കണ്ടംപററി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈംലെസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇസൈ അഭിയങ്കറിന്റെ ഫ്രഷ് പാട്ടാണ് എടുക്കുന്നത്. ഇതുവരെ ഡേറ്റ് ഇസ് 23 മെയ് 2026. സമയം ഇസ് 23:46. ഭക്ഷണം കിട്ടാത്ത ആളാണ്. പാട്ടിലോട്ട് കിടക്കാം. പാട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻട്രോ ഉണ്ട്. നമ്മളിപ്പോൾ ലൈഫിൽ എന്താ ചെയ്യുന്നത്. ഓക്കെ, 6 മണി. അലയേ അലയേ കാട്ടിലെ മഴയേ അല്ലല്ലേ അല്ലട്ടൂ സെതറ പതറ ഉട്ടുവന ഒതറ അല്ലല്ലേ അല്ലടൂ ഊരും ബ്ലഡ് 10,000 ആറാവിക്കൊണ്ട് അച്ചാട് നീ എത്രയോ വർത്തങ്ങള പാത്ത അത്തനെയും വർത്തനത ആക്കം ഊരും ബ്ലഡ് കഞ്ചനത ആറുകളുടെ സെഞ്ചുറി ജസ്റ്റ് അനദർ പേഴ്സൺ എന്ന് പാത്ത ഇച്ചോന്ന മണ്ണന വന്ദന ഊരലറ കണ്ണന തൊട്ടന പൂമലര என்ன சொல்ல என்ன வெல்ல யாரும் இல்ல ராஜதி ராஜன ராவண ராவண தொட்டாலே பட்டாசாല ഇല്ലല്ല അത് പിന്നെ കാണുന്നില്ലേ உன்னத்தான பார்த்துக்க உன்னை பார்க்க வானத்தை தாண்டியும் வந்து காதல காமிப்பனாலா என் மூச்சவ பேர் சொல்லும் அழகவ எனக்குள்ள கலக்குற ஆக்சிஜன் அளவவ யாரவ ஊர் சொல்லும் ஸ்டாரவ ஒரலையவ கலையவ அழகிய நிலவவ நிலவெனும் ஜொலிக்கிற நிரந்தர ஒளியவ சரியவ தவறவ சிரிக்கிற சிரிப்புக்கு அவதா காரணமா மன்னனா வந்தனா ஊரலற கண்ணனா தொட்டனா பூமலர என்ன சொல்ல என்ன வெல்ல யாரும் இல்ல ராஜதி ராஜன ராவண ராவண தொட்டாதே பட்டாசால வெடிக்கிற 10,000 வாலா ஹே சுட்டாடே புல்லட்டான் தெரிக்கிற கோயசால ஆனஸ்டில் ஆயா கூல ஐ ஹோ ப்ராப்பர் ஸ்டைல ஓட்ரா காலி நான் போட்டு வெயிலே டைட்டா புடிச்சுக்கோ ஒன்னன்னா ஊரலற கண்ணனா தொட்டனா பூமலர என்ன சொல்ல என்ன வெல்ல யாரும் இல்ல ராஜனி ராவண 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 Isai Abhyankar, thank you for sponsoring this show. Shout out small singer Isai Abhyankar. Isai தலைவர் 143 അത് 173 അതന്നിരുന്നല്ല അത് 808 കൃഷ്ണ 808 കൃഷ്ണ അതൊക്കെ നമ്മുടെ underground. അതന്നെ അനിരുദ്ധ് അല്ല അനിരുദ്ധന്റെ ഇപ്പം മറ്റേ സാരി അല്ല അനിരുദ്ധന്റെ ഒന്നും ഇപ്പൊ ശരിയാണ്. ഇത് സൂപ്പറാ അത് ഞാൻ പറയട്ടെ, ഞാനൊരു റീല് കണ്ടു, അതിന്റെ ക്ലാസ്മേറ്റ് ഉണ്ടാക്കിയ റീല്. അത് കണ്ടപ്പോ ഇല്ല ആ റീല് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമുണ്ടായി. Those who know, if you know, you know. Bro, Murakami original ആണോ? Most overhyped actress Riya Shivu. Absolutely facts. Thank you. She is the most pick me actress I've seen. Producer സൂപ്പറാ.
ആക്ടറെ കൊള്ളൂല. പ്രൊഡ്യൂസർ ആരാ? അല്ല പുള്ളിക്കാരി പ്രൊഡ്യൂസർ സൂപ്പറാണ്. കാശുണ്ടെങ്കിൽ പോട്ടെ. പുള്ളിക്കാരി ചേട്ടൻ അടിപൊളിയാണ്. കൂടാൻ ഓ മറ്റേ ഇവൻ ഡൂഡ് ഡൂഡ് ബ്രോ ഡൂഡിൽ അവൻ്റെ എൻട്രി എന്ത് സ്മാർട്ടായിരുന്നു. പി ആർക്ക് അവിടെ ഒതുങ്ങി. അല്ല നമ്മളിപ്പോൾ മറ്റേ ഇൻട്രൊഡക്ഷൻ ആ പൊളിറ്റിക്കൽ തുടങ്ങിക്കോ. സോറി വിട്ടു പോണ വാസലിനെ. ഐ ക്യാൻ സിംഗ് ദാറ്റ് ഇസ് വിട്ടു പോലെ വാസലിനെ. അത് അതാണോ intro? അല്ല, ഊതി സ്ഥിരമായിരുന്നു വിട്ടു പോണ വാസിലിനെ. ആഴ്ചക്കാഴ്ചക്ക് ഞാൻ എന്തിനാ തുടങ്ങുന്നത്? ഞാൻ തുടങ്ങി. ഇപ്പം മോസ്റ്റ് സക്സസ്ഫുൾ വൈബുമാണ്. തള്ളല്ലേ? അല്ല അത് ജോലിയായില്ലോ. നമ്മൾ കോളേജിൽ സക്സസ്ഫുൾ വൈബുമാണ്. അതിന്റെ കോളേജ് ജീവിതം പറയേണ്ടത്. പാവം പെട്ടുപോയതാണ് പൂനെയിൽ. പറ ബാക്കി. നിങ്ങളൊക്കെ എന്താ ഇതിനെ പറ്റി വിചാരിച്ചിരിക്കണം? ലവാസ ദീപട്ടെ ഒന്ന് പറ. അതല്ല എല്ലാവരും ഇവിടെ ആകെ അത്ര എടുത്താലും എനിക്കിപ്പം 22 വയസ്സായി, കല്യാണപ്രായമായി. കെട്ടുപ്രായം. പക്ഷെ വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണമൊന്നും നടക്കുന്നില്ല. സെമിസ്റ്റർ 8 കഴിഞ്ഞു. അതിൻ്റെ വെക്കേഷനിലുള്ള സെമിസ്റ്റർ 9ലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ബ്രേക്കപ്പ് ആയിട്ടായിരിക്കുന്നത്. പക്ഷേ അത് കുറച്ച് കാലത്തേക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷേ കുറേ കാലത്തേക്ക് അങ്ങനെ ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വഴി കൂടെ പോകുന്ന വള്ളിയെല്ലാം ഞാൻ പിടിക്കുന്നുണ്ട്. ആൾക്കാർ എന്നെ കുറച്ച് ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പം ഇങ്ങനെ നന്നായി കൂടെ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചെറുതായിട്ട് നന്നാവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ജീവിതത്തിൽ ഹാപ്പി അല്ലേ ഇപ്പം? ഓ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടില്ല, അത്ര ഹാപ്പിയാണ്. പക്ഷേ എത്തിക്കലി ഞാനൊരു നല്ല മനുഷ്യനല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെ നമ്മളൊരു ബാങ്കൊക്കെ റോബ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, നമ്മളാണെങ്കിൽ അപ്പുറത്തെ രാജ്യത്ത് എത്തുകയും ചെയ്തു, പക്ഷെ നമുക്കിങ്ങനെ സ്വന്തം മാമൻ്റെ ബാങ്കായി പോയി റോബ് ചെയ്തത് അങ്ങനെ ആ ഒരു. പക്ഷെ എനിക്കിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള അത്ര സന്തോഷമുണ്ട്. അപ്പം ഇങ്ങനെ ഭയങ്കര ഹോപ്പുണ്ട്, ഭയങ്കര റിഗ്രറ്റും ഉണ്ട്. അപ്പം ഇങ്ങനെ അതിൻ്റെ കുറ്റബോധം അതില്ല, അതുകൊണ്ടാണത് പറയുമ്പോൾ തന്നെ പതറുന്നത്. പക്ഷേ എത്തിക്കലി അത് ഉണ്ടാവണമായിരുന്നു. കുറച്ച് എത്തിക്കലി മനസ്സിലായി. എത്തിക്കലി കുറച്ചൊരു ഗ്രേ ഏരിയയിലാണ്. പക്ഷെ മൊത്തത്തിൽ ജീവിതം ഒരു പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും എന്നെ ഇങ്ങനെ ഭയങ്കര മാസ്റ്റർ മൈൻഡ് വെച്ച് സൂയിസൈഡ് ചെയ്ത പോലെ കൊന്നാലും ആരും വിശ്വസിക്കാൻ പാടില്ല ഞാൻ സൂയിസൈഡ് ചെയ്തു. കാരണം അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചു. എനിക്ക് സംശയമുണ്ട്, കാരണം ഇത്ര സന്തോഷിക്കാനുള്ള വേറെ ഇതൊന്നും ഇല്ല എൻ്റെ. പക്ഷെ എൻ്റെ ലൈഫ് ഹാസ് നെവർ ബീൻ ഇത്രയും ഹാപ്പിയും ഹാപ്പനിങ്ങും കൂടെ കൂട്ടിയിട്ട് അറിയാതെ ബ്ലൂആയിപ്പോയി. ഒരു 6 മാസം, ഒരു 8 മാസം, കഴിഞ്ഞൊരു ജൂൺ ജൂലൈ തൊട്ടിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ എന്തോ ഒരു മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭയങ്കര പൊളിയാണ്. ഇങ്ങനെ കഥ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇങ്ങനെ തീരൂല, അത്ര പൊളിയാണ്. ഓക്കെ, അടുത്ത ആള്. സമയപരിമിതി കാരണം ഞാൻ നിർത്തുന്നു. 5 കൊല്ലത്തിന് കഴിഞ്ഞിട്ടുള്ളത് തുടങ്ങുന്നുണ്ട്. Past 5 years, what happened in your life? ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇനി എന്ത് നടക്കും? 5 years ഒക്കെ എന്താന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത് പറ്റില്ല. I am working in a service-based company. I want to jump to product-based. I want better job. I want better salary. LinkedIn. My weight is currently almost 90. I want to reach 75. 24 കിട്ടണം. 24 കിട്ടുന്ന 24 ഇപ്പൊ കിട്ടണം. 24 കിട്ടിയ ഒരാളുടെ ജീവിതം പറ. കുഴപ്പമില്ല, ഞാൻ അപ്പം മോനും അച്ഛചേട്ടനുമായിട്ട് പ്രായം ഇങ്ങനെ കുറവായതുകൊണ്ട് ഇങ്ങനെ നല്ല രസമായിരിക്കും. ഞാൻ ഇപ്പൊ ഇത്ര നേരത്തെ കെട്ടണമെന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു ഓൾമോസ്റ്റ് ടീൻ മോമൊക്കെ സമയം കഴിഞ്ഞു പോണം. മൂത്ത് കിളവി ടീനുണ്ട്. സോ അതാണ് ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി പറ്റിയ അബ്രോഡ്. സന്തോഷമുള്ള എന്തെങ്കിലും അത് വലിയ സന്തോഷമൊന്നുമില്ല, അത് ഗതികേട് കൊണ്ട് ചെയ്യുന്ന. പക്ഷെ ഇല്ല, കഴിഞ്ഞ മാസ്റ്റേഴ്സ് അല്ലേ കഴിക്കുന്നത്. കയ്യില് മാസ്റ്റേഴ്സ് പേര് നമുക്ക് ഗസറ്റ് കൊടുത്ത് മാറ്റല്ലോ. മാസ്റ്റർ അക്ഷയ് കുമാർ.
MBA ചെയ്ത എല്ലാരും മാസ്റ്ററിനാണല്ലോ വെക്കുന്നത്. മതി മതി, അടുത്തത് ആര്യാ? ഒരു സന്തോഷ വാർത്ത. അതെ, ഒരെണ്ണം പറയട്ടെ. എന്ത് കഴിഞ്ഞതായിട്ടൊന്നും Come on, something happy. ഡിപ്രഷന്റെ പരമോന്നതയാണോ? അല്ലല്ലോ. ഇതെന്താ നിങ്ങൾ 3 പേരും ഞാനത് തോന്നുന്നു ഡിപ്രഷന്റെ പരമോന. ഇവനും ഡിപ്രഷൻ ആണല്ലോ. ഇതൊരു ഹിസ്റ്ററിക്കൽ ഹാപ്പിനെസ് ആണ്. ഒന്നല്ല, ജെനറ്റിക്സ് ആണ്. അല്ല എനിക്കൊന്നും ഇല്ലല്ലോ ഡിപ്രഷൻ. ഞാൻ ഹാപ്പി ഒന്നല്ല, ഞാൻ പറഞ്ഞു ജെനറ്റിക് ബൈപ്പോളാർ ജെനറ്റിക്സ് അല്ലേ ഇപ്പോഴെല്ലാം. She's a woman, she'll have bipolarity. ഇത് ഞങ്ങളുടെ കുടുംബത്തിലില്ല കേട്ടോ. ഇത് നേരത്തെ ഞങ്ങളെ തെരഞ്ഞെടുക്കാൻ പറ്റില്ല. ചേട്ടൻ ഇന്ന് നല്ല ഡിന്നർ കിട്ടി. അങ്ങനെയൊക്കെ നോക്കി. Little happy. ഇന്നത്തെ ഡിന്നർ ഓക്കെ ആയിരുന്നു. മൂവിയും പോലെ. മൂവിയില് സിംഗം, ഇന്ന് ഞങ്ങൾ കറുപ്പ് കണ്ടു ഗൈസ്. അതില് സിംഗം സിംഗം വന്നപ്പോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. Bro, RJ Balaji proved that he has free will. അവന് തോന്നിയത് അവൻ കാണിച്ചു തിയേറ്ററിൽ. കാണിച്ചു. പടം കഴിഞ്ഞിട്ടും കണ്ടില്ല. ഞാൻ കണ്ടു. അത് കണ്ടിട്ടാ ഞാൻ സിനിമ കാണണം എന്ന് തന്നെ വിചാരിച്ചത്. That is his marketing technique. അല്ല, കാണാൻ ആർജെ ബാലാജിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ജൻസിയ. അപ്പൊ എനിക്ക് ഇങ്ങനെ ആദ്യം ഇയാളുടെ ഇൻട്രോയിൽ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് സങ്കടം വന്ന. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യണ്ടാവും. സിറ്റുവേഷൻഷിപ്പ് എന്താ? അത് ഇൻട്രോ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. I guess first year കഴിഞ്ഞു. പറഞ്ഞു. അല്ല, ചുമ്മാ ഫണ്ണാക്കിയില്ല. എനിക്കെന്ത് പറയുന്നില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. The being single streak is still unbroken. I thought first year കഴിയുമ്പോഴത്തേക്കും അത് ഇവന്റെ ചൊറി കാരണം. പിള്ളേർ വരാഞ്ഞിട്ടല്ല, ഇവ പോവാഞ്ഞിട്ടാണ്. വേണ്ടതൊന്നും കിട്ടുന്നില്ലല്ലോ എന്തായാലും. വേണ്ടത് ഇവനാന്ന് എന്താണെന്ന് അറിയില്ല. പക്ഷെ കിട്ടിയെന്ന് പറഞ്ഞ് പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാൻ പറ്റുമോ സാധനത്തിന്? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നോ, ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്തായാലും. whatever. സിംഗിൾ സ്ട്രീക്ക് ഉണ്ടാക്കി പറഞ്ഞു. നിന്റെ തൂറി പൊളിറ്റിക്കൽ റീസൺസ് കാരണം. No. Sorry. This thing, bro. All of that done. Anyway, done. ഞാൻ കാരണം കുറേ ആൾക്കാർ പാസ്സായി. സോ ഐ എം ഹാപ്പി. പിന്നെ meet up with these guys, 4 of us together. 2 കൊല്ലം കഴിഞ്ഞിട്ട് after 2 years. More than 2 years, according to those calculations. Yeah. This is the first time we're meeting as legal adults. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ലൈസൻസും ഉണ്ട്, എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. വോട്ടർ ഐ ഡി, ലൈസൻസ് എല്ലാം. Okay, I don't have voters ID. പാൻ കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ആധാർ ഉണ്ട്. 3 വേറെ പേരാണെന്നുള്ളൂ. 2 ഊട്ടി ലൈസൻസ്, ഒരു തെലുങ്കാന ലൈസൻസ്, ഒരു ബാംഗ്ലൂർ ലൈസൻസ്. തൃപ്തി. Crazy. So നമ്മൾ സൗത്ത് ഇന്ത്യൻ റീച്ച് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ 4 പേരിലും കേരളത്തിലാണ്. പക്ഷെ കേരള ലൈസൻസ് കേരളത്തിൽ തരണ്ടേ? ലൈസൻസ് എടുക്കാൻ പോയാൽ 4 മാസം വെയിറ്റ് ചെയ്യണം. ഗണേഷ് കുമാർ ഗണപതി അല്ല. സോറി സാർ, സാറിന് ഞങ്ങൾ ഞാൻ അയാളെ കണ്ടേ. ഗണേഷ് ഇപ്പൊ മാറി. ഞാൻ അയാളെ കണ്ടേ. പുള്ളിയുടെ മുമ്പാകും ബസ്സിനൊക്കെ പെയിന്റ് അടിച്ചു വിട്ടു. അത് നമ്മുടെ ബാക്കി പറഞ്ഞു. പിന്നെ life's good. Working on the weekends like usual. Way off in the deep ends like usual. Niggas trying to get past it, but they're doing too much. അതാരെന്ന് എനിക്കറിയില്ല. ഇനി വേദു നാണം വരുന്നു. തുടങ്ങുമ്പോൾ എൻട്രൻസ് ചെയ്തോണ്ട് തുടങ്ങാം. എൻട്രൻസ് കഴിഞ്ഞു, ഹൈദരാബാദ് കിട്ടി, ഹൈദരാബാദ് പോയി. പ്രേമല് കണ്ടിട്ടാണ് പോയത്. ഹൈദരാബാദൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറി. പ്രേമല് നടന്നത് ഹൈദരാബാദിൻ്റെ അങ്ങേയറ്റത്ത്, ഞാൻ പഠിക്കുന്നത് ഇങ്ങേയറ്റത്ത്. രണ്ടും തമ്മിലൊരു കണക്ഷൻ ഇല്ല. അത് ഐ ടി സ്ഥലം, ഇത് ഹൈദരാബാദ്. അതെ. എന്നിട്ട് ഞങ്ങൾ ഞാൻ ഫസ്റ്റ് സെമിസ്റ്റർ ഫ്ലെക്സ് ചെയ്യില്ല, പക്ഷേ വല്ല മലയാളികളിൽ തലയുള്ള മലയാളിയായി. റിസൾട്ട് വന്നു, ബാച്ചിൽ top 10. ഫ്ലെക്സ് ചെയ്യുന്നൊക്കെ കാര്യങ്ങൾ പറയട്ടെ. അത് നമ്മൾ പാരമ്പര്യമായിട്ട് അറിയാമല്ലോ. അതൊക്കെ
അതെ, ആദ്യമായിട്ട് പാരമ്പര്യത്തിൽ ഒരു ബാഗ് ആകാൻ പറ്റിയില്ല, എനിക്ക് സന്തോഷം. +2 വരെ പറ്റിയില്ല, കോളേജിൽ എനിക്ക് പറ്റി. സന്തോഷിക്കുന്നു ഞാൻ. എവറിബഡി ഹാസ് ദാറ്റ് അപ്പം ചാൻസ്. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞപ്പം മനസ്സിലായി, ഓക്കെ കോഴ്സ് നമുക്ക് പറ്റിയതാണ്. പക്ഷേ കോഴ്സ് നമുക്ക് കുറേ എതിരാളികളുണ്ടായിരുന്നു, അത് വേറെ കാര്യം. കോഴ്സിന് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പുമല്ല ഇപ്പോഴും സ്വന്തം അമ്മ വിളിച്ചിട്ട് ബാട SCMSC സീറ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മളുടെ ഡയലോഗ്. ഏതില് ദിവ്യ ദിവ്യ അല്ല ഏതില് സീറ്റ് എഞ്ചിനീയറിംഗ് SCMS നല്ല കോളേജാണ്. സൂപ്പർ. എന്നിട്ട് കോളേജ് അപ്പം കുഴപ്പമില്ല, അവിടെ പോയിട്ട് നമ്മൾ പാർട്ട് ടൈം ആയിട്ട് കാശൊക്കെ ഉണ്ടാക്കാറുണ്ട്. രാത്രി 2 മണിക്ക് വന്ന് കയറും, 3 മണിക്ക് വന്ന് കയറും, പണിയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയാണ്. പിന്നെ അതെ, ഒരു കൊല്ലം മുമ്പ് തുടങ്ങിയ വെയിറ്റിംഗ് ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു. കാത്തിരുന്ന് എന്തിനാ കാത്തിരിക്കുന്നതെന്ന് എത്ര ലെവലാണ് കാത്തിരിക്കുന്നത്. അയ്യോ അല്ലല്ല, ഹിറ്റപ്പ് ഒക്കെ ചെയ്ത പിള്ളേരുടെ അടുത്തും വേണ്ടെന്ന് പറയേണ്ടി വന്നു. കാരണം സ്റ്റക്ക് വിത്ത് സ്റ്റിൽ അതിനെ കുടുംബത്തോട് നാളാക്കി വിട്ടില്ലേടാ. സിറ്റുവേഷനിലില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഞാൻ ആർക്കും പറയാനും പോകാറില്ല. ഏത് ഓ വേറെന്താ ആരുമില്ല. അല്ല നീ അന്ന് തന്നെ വിട്ട പെണ്ണല്ലേ. അതൊക്കെ തന്നെ. പിന്നെന്താ ഇടയ്ക്ക് വിടറാ. അതൊക്കെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് സെമിസ്റ്റർ ആയപ്പോഴത്തേക്കും പടലം ദേഹത്തുള്ള എല്ലാ ദ്വാരങ്ങളിലും കൂടെയും വിരലിട്ട് ഇറക്കിയില്ലായിരുന്നു കൂടെ. എന്ന് വെച്ചാൽ പണി ഏതൊക്കെ സൈഡിൽ നിന്ന് തരാമോ ആ സൈഡിൽ നിന്ന് എല്ലാവരും തന്നു. നാട്ടുകാർ സിഗരറ്റ് വലിച്ചതിനും വെള്ളമടിച്ചതിനും തലയ്ക്ക് എൻ്റെ വന്നത് എനിക്ക്, പിള്ളേർ പഠിക്കാത്തതിന് വന്നത് എനിക്ക്. അതെനിക്ക് തോന്നുന്നു ദൈവം എനിക്ക് തരേണ്ടതൊക്കെ അറിയാതെ റീഡയറക്റ്റ് ചെയ്ത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്നെ പിടിച്ചിട്ടില്ല. വന്ന വള്ളിയെല്ലാം വന്നത് എൻ്റെ തലയ്ക്ക്. ഇപ്പോഴും സിഗരറ്റ് വലിയില്ല, വെള്ളമടിയില്ല, എന്നാലും വരുന്ന പേര് മൊത്തം എനിക്ക്. കോളേജിൽ നിന്ന് ഹോസ്റ്റൽ തന്നില്ല. ഹോസ്റ്റൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഉള്ളതിൽ മാർക്ക് കൂടുതലായിട്ടും അറ്റൻഡൻസ് കൂടുതലുണ്ടായിട്ടും ഹോസ്റ്റൽ തന്നില്ല, കാരണം മലയാളിയായിരുന്നു. എന്നെ ഏതൊക്കെ സൈഡിൽ നിന്ന് മാനസികമായി ടോർച്ചർ ചെയ്യാമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ശാരീരികമായിട്ട് ഭാഗ്യത്തിനൊന്നുമില്ല. അതുകൊണ്ടാണ് വേദന്റെ വെയിറ്റ് വെയിറ്റിൻ്റെ കാര്യം. കോളേജ് ജോയിൻ ചെയ്തപ്പം വെയിറ്റ് 72, ഇപ്പോൾ വെയിറ്റ് 56 വിത്തിൻ 8 months. അപ്പം മൊത്തത്തിൽ ശാരീരികമായി മെൻ്റൽ സ്റ്റേറ്റ് ടോസിലാണ്. പിന്നെ ശാരീരിക മീൻസ് ഫിസിക്കൽ. സോ ഫിസിക്കലി തന്നെ മെന്റൽ സ്റ്റേറ്റ് റൈറ്റ് എക്സാമ്പിളാണത്. പിന്നെ മൊത്തത്തിൽ ചോദിച്ചാൽ കരിയറും സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രീംലി സക്സസ്ഫുൾ പാത്തിലാണെങ്കിലും ഇമോഷണലി മൈനസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ തിരിച്ച് പിടിക്കും എന്നൊരു പിടിയുമില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഇതാണ് സംഭവം. ഒരു വാട്ടർ ബ്രേക്ക്. അല്ല ഞാൻ കുടിച്ചിട്ട് വരാം. പിന്നെ സ്വിഗ്ഗി ഇല്ല ഇവിടെ. എൻ്റെ ഫോൺ എന്താ സ്വിഗ്ഗി ഇല്ലെന്ന് ഇവിടെ വടക്കഞ്ചേരിയിൽ എന്ത് സ്വിഗ്ഗി 9 മണിക്ക് കട കിടക്കും. ബി റിയലിസ്റ്റിക് മാൻ. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്വിഗ്ഗി എന്താ കേട്ടിട്ടുണ്ടോ? എനിക്കൊന്ന് ബിയിൽ കുറച്ച് സ്ട്രെസ് ചെയ്താണ്. അത് ബി സ്റ്റേജ് അതുവരെ പാട്ട് പാടാല. ഏത് പാട്ടാ വേണ്ട? കിട്ടിയ സ്വിഗ്ഗി ഏതോ കാണുന്ന വ്യൂവേഴ്സിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സാ പറഞ്ഞത്? സിമ്പിളാ. എനിക്ക് പറഞ്ഞാൽ ദിവസം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഹെൽത്തി വെയിറ്റ് ലോസ് ആണ്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റോക്ക് അപ്പ് ചെയ്തിട്ടാ മിൽക്ക് ഷേക്ക് കൊടു. നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയിൽ സിമ്പിളാണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തത്തിൽ നിർത്തുക. ഡിന്നർ കഴിക്കാൻ സമയമുള്ളപ്പോൾ കഴിക്കുക. ലഞ്ച് പറ്റാത്ര നമ്മൾ കുറേ കഴിക്കാൻ തോന്നും, പക്ഷേ രാവിലത്തെ രാത്രിത്തെയും ഗ്യാസ് കയറിയതുകൊണ്ട് ലഞ്ചൊന്നും കയറില്ല. ഇങ്ങനെ നമ്മൾ കഴിച്ച് പോകുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് താനെ ഇറങ്ങുന്നതായിരിക്കും. വെരി ഗുഡ്. പിന്നെ നമ്മൾ ഉറങ്ങുന്നത് സാധാരണ 3 മണിയാക്കാൻ നോക്കുക, എഴുന്നേക്കുന്നത് 5:30 ആക്കാൻ നോക്കുക. എന്താ ഇത്രയും പണി? ഹൗ ഡിസ്റെസ്പെക്ട്ഫുൾ. അല്ല എന്താ ഇത്രയും പണി? പണീനാവണമെന്നില്ലല്ലോ ഉറക്കം കളയാൻ വേണ്ടി. അത് ശരിയാ. അത് കുറേ ദിവസം ബേസിക്കലി ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. ഡിപ്രഷൻ ആയിക്കാണ് നിങ്ങളുടെ വെയിറ്റ്. ഓൾസോ another thing people say workout and all that bro nothing just skip വർക്കൗട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ മസിൽ ഉണ്ടാക്കാൻ മാത്രമാണ്. ഈ വെയിറ്റ് ലോസിന് വർക്കൗട്ട് ചെയ്യുന്നത് മണ്ടത്തിലാണ്. I skipped meals. ആൾക്കാർ ചാടിക്കൊണ്ട് കുറയ്ക്കുന്ന 9 kgs. ആൾക്കാർ തീറ്റ കുറയ്ക്കുമ്പോഴാണ് വെയിറ്റ് കുറയുന്നത്. വെരി ലോജിക്കൽ. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്. ഇതൊന്നും കേൾക്കണ്ട. നമ്മൾ ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തിന്നണം.
ഇപ്പോഴത്തെ എൻ്റെ ഞാൻ ഫേവറേറ്റ് തിന്നുന്നുണ്ട്, ഫുഡ് പക്ഷെ ഞാൻ മരിക്കും ഇങ്ങനെ തിന്നുകൊണ്ടിരുന്ന. മരിക്കും. ഈ കഴിക്കുന്നതിലൂടെ ബീഫ് കൂടെ കഴിച്ചാൽ മതി, കൊളസ്ട്രോൾ കൂടെ കൂടി. ഫേവറേറ്റ് ഫുഡ് എന്താ? കറണ്ട് ഫേവറേറ്റ് Pop quiz. പറഞ്ഞോ. ഷാർമി എന്ത് ഷവർമ? എന്തെങ്കിലും എനിക്ക് വേണ്ട റുമാലി. എനിക്ക് കുബൂസ് ഷവർമ. എനിക്ക് റോമാലി ഈ ഇഷ്ടമല്ല. കുബൂസിന്റെ ഇടയിൽ 4 ചിക്കൻ വെട്ടിയിട്ട് ഫുൾ ക്യാബേജ് ഇട്ട് തരുന്നതാണ് ഷവർമ. ചോദിക്കണം, ഹോട്ടൽ മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞ. നമ്മളിപ്പോൾ വേദു ആ ഹോട്ടൽ മാനേജറിൻ്റെ അടുത്ത് കുറച്ച് അപമാനിക്കുന്നുണ്ട്. പക്ഷെ വേദു നമ്മളല്ല, കുഴപ്പമില്ല, ശീലമായി. നമ്മളല്ല, എനിക്ക് സ്വന്തം കോളേജിൽ ആൾക്കാർ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എനിക്കും അഭിമാനമേ ഉള്ളൂ. ഞാൻ എനിക്കും അഭിമാനമേ ഉള്ളൂ. പക്ഷെ പറയാൻ പറയാം. നമ്മള് ഈ 4 ചുവരിനുള്ളിൽ എന്ത് അബ്യൂസ് നടന്നാലും പുറത്തു പോകുന്നു. അത് പുറത്തൊന്നുമില്ല, തല 4 ചുവരിനുള്ളിലും എനിക്ക് അഭിമാനമേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങനെ സംസാരിക്കും. എനിക്ക് അഭിമാനമേ ഉള്ളൂ. എനിക്ക് ശീലമായി. എടാ, acknowledge the fact that അവന് അഭിമാനമാണ്. സന്തോഷമാണ്. താങ്കളുടെ കറന്റ് ഫേവറേറ്റ് ഫുഡ് എന്താ? കറന്റ് ഫേവറേറ്റ് ഫുഡ് ആക്ച്വലി എനിക്ക് ഐ മീൻ എ ഫേസ് ഓഫ് ലൈഫ് വേറെ എനിക്ക് ഒരുപാട് ടേസ്റ്റും ചോയ്സ് ഒന്നും ഇല്ലാത്തൊരു ഫേസാണ്. എനിക്ക് എനിത്തിങ് ഗോസ്. സോ യാ. എനിക്ക് പിന്നെ സുപ്രീമത്തെ കസ്റ്റർഡ് ബ്രൗണി. Is that the one you buy for me? Yeah. That is awesome. സുപ്രീം സൂപ്പർ മാർക്കറ്റ് ആണ്. Supreme supermarket. അവിടുത്തെ കറന്റ് ഫേവറേറ്റ് ഫുഡ് എന്താ മിസ്റ്റർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി? cheese omelette. എനിക്ക് ഇപ്പോഴും ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചാൽ പൊറോട്ടയും ബീഫും. കുറച്ച് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സാറ്റർഡേ ആണോ സൺഡേ ആണോ ഓർമ്മയില്ല, ബ്ലൂ മോഡലിൽ Cheese ചീസ് toast. ടോസ്റ്റ് കിട്ടുമായിരുന്നു. സൺഡേ മോർണിംഗ്. ഫ്രം ദാറ്റ് ഡേ ടിൽ ഡേറ്റ് Sunday morning. ഇതാണ് ഫേവറേറ്റ് ഫുഡ്. എനിക്ക് ഇപ്പം തന്നാലും Leader ഒരു board ടബ് മൊത്തം ഇരുന്ന് തീർക്കും. ലീഡർ ബോർഡിൽ ഞാൻ സെക്കൻഡ് ഓർ തേർഡ് പ്ലേസിലാണ്. I was forced to stop. മനസ്സിലാവുന്ന കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ അവർക്ക് I was forced to stop at 13 slices, I guess. It was Alex and me. We were going neck and neck. He stopped at 13. I stopped at 13. Jessie, if you're watching this, it's only because you did not give us a cheese toast we stopped. പക്ഷെ എൻ്റെ ജെസി ഞങ്ങളായിട്ട് പാടുപെടുത്തിയില്ലേ, ഓർമ്മ ഉണ്ടാവില്ല കള്ളി. എൻ്റെ കറന്റ് ഫേവറേറ്റ് ഫുഡ് ഇസ് ചോദിക്കട്ടെ. Malihi Darshan, what is your favorite food? Thank you for the question. എൻ്റെ കറന്റ് ഫേവറേറ്റ് ഫുഡ് ഇസ് ഹണി ചില്ലി മന്തി ഫ്രം നഹദി കുഴിമന്തി കഥ. അതിൻ്റെ ആ ഒരു മധുരവും അതിൻ്റെ ആ ഒരു എരിവും എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ മന്തി റൈസിൽ ആദ്യം നമ്മൾ മന്തി വെച്ചിട്ട് പ്രീ ഗെയിം ചെയ്യണം. അപ്പം മന്തിയുടെ റൈസ് മാത്രം ഇങ്ങനെ കുറേ തിന്നണം. അപ്പോൾ നമ്മുടെ വയറ് കുറച്ച് ഇങ്ങനെ. അപ്പോൾ ആ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വിശന്നിട്ട് പൊളി ടേസ്റ്റ് എന്നുള്ള മൂഡിലല്ല കഴിക്കുക. പിന്നെ നമ്മളിങ്ങനെ ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ വിശപ്പിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാതെ നമ്മൾ ആ ടേസ്റ്റ് ഇങ്ങനെ അറിയും. Facts. ഹണി ചില്ലി മന്തി ഫ്രം How to eat മന്തി ചില്ലി ഇഷ്ടമല്ല. Ball knowledge ഉണ്ട്. ഹണി ചില്ലി മന്തി. മന്തിയില് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പെപ്പർ ഉള്ള മന്തിയാണ്. വന്നിപ്പം അതില്ലാതെ പറ്റുന്നില്ലല്ലേ. ഇത് Bro, we're ആ made സാധനത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ. കുഴപ്പമില്ല, എല്ലാവരും ലൈഫ് സ്റ്റൈൽ അങ്ങനെ കറൻ്റ്ലി നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ അതിയായിട്ട് വിശ്വസിക്കുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ഫാക്ട്, ഒപ്പീനിയൻ അല്ലെങ്കിൽ ടേക്ക് ഓൺ ഒരു സബ്ജക്റ്റ് അതെന്താണ്? എക്സാമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയും, വിജയ് ജയിച്ചത് ചിലപ്പം സംതിങ് ബാഡ്. ഞാൻ പറയും ചിലപ്പോൾ വിജയ് BJP-ന് ചേരാൻ വേണ്ടിയിട്ടാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിൽ ഇവൻ ഇങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത 5 വർഷത്തിൽ പെട്ടെന്ന് ഞാൻ BJP ആണ് അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലത്തെ എന്തെങ്കിലും നിങ്ങൾക്കിങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത, പക്ഷെ നിങ്ങൾക്കിങ്ങനെ അറിയാം അത് സംഭവിക്കാൻ പോവാണെന്ന്. പൊളിറ്റിക്കലാവണമെന്നില്ല, പക്ഷെ ഇങ്ങനെ നിങ്ങളുടെ തലയുടെ ബാക്കിൽ അതുണ്ട്. പക്ഷെ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കും, ആരൊക്കെ അതിന് ഒപ്പം നിൽക്കും, ആരൊക്കെ ജഡ്ജ് ചെയ്യാതിരിക്കും, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിക്കാറില്ല. എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാലേ ഞാനിപ്പോൾ ഫുള്ള് ലിങ്ക്ഡിനിലാണ്. അടുത്ത ജോലിക്ക് വേണ്ടി ഞാൻ ഡെസ്പറേറ്റ്ലി സെർച്ചിങ് ആണ്. ആർക്കെങ്കിലും റെഫറൽ തരാൻ പറ്റുമെങ്കിൽ പ്ലീസ്. your thoughts on the industry. CV സൈഡിൽ ഞാൻ ഇങ്ങനെ ഇട്ടേക്കാം. ഓക്കെ, എന്നാൽ പാസ് ചെയ്തോളൂ. Your thoughts on the industry. പാസ് ചെയ്തോളൂ. ആൻസർ ഓപ്പർച്യൂണിറ്റി പാസ് ചെയ്യാൻ. ഐ പാസം എന്ന് പറഞ്ഞാൽ മതി. Let me cook.
പറഞ്ഞാൽ പോരെ, ആരും വിശ്വസിക്കില്ല, പക്ഷേ ശരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ആരും വിശ്വസിക്കില്ല. ഞാൻ ഹാലൂസിനേറ്റ് ചെയ്ത് ശരിക്കും സാധനങ്ങൾ കണ്ടിട്ടുണ്ട് നേരിട്ട്. അവിടെ ഇല്ലാത്ത ആൾക്കാർ ശരിക്കും എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. താങ്ക് യു. ആൾക്കാരോ അത്രയ്ക്ക് ഡീറ്റെയിൽ ആണ്? അത്രയ്ക്ക് ഡിപ്രസ്ഡാ. ഓ ഏതു അല്ല ഹാലൂസിനേറ്റ് ചെയ്ത് ആരെയാ കണ്ടേ? 2 വട്ടം ഇതുവരെ നടന്നിട്ടുണ്ട്. ആരെയാ കണ്ടേ? ഒരു വട്ടം അച്ഛനെയും കണ്ട്, ഒരു വട്ടം സദർശനെയും കണ്ട്. ആര്? സുദർശന? ഒരെണ്ണം സദർശനും ഒരെണ്ണം സുദർശനും. സദർശൻ ആ സാട സൂ മാറ്റിയ അച്ഛനാവും. Dude, you have some ഡാഡി issues. ജ്യൂസ്. സോറി. It's the same daddy, by the way. The same issues sometimes. I don't think AI is a bubble. I think it's here to stay. And I think it's here ഇവന്റെ for the ജോലികൾ worst of us. It's here for everybody. Sam Altman, Elon Musk. സത്യം പറയല്ലോ, കുറെ പേര് വരുന്നുണ്ട്, അവർ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. കഴിവുള്ളവർ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് പോകും. Sam Altman and Elon Musk can fuck each other, kill themselves. കാരണം ഒരു ഷെഫ് മര്യാദയ്ക്ക് സൂഷെഫ് ആയിക്കഴിഞ്ഞാൽ മാസം 1 ലക്ഷം വെറുതെ അക്കൗണ്ടിൽ കിടക്കും. വെറുതെ നിങ്ങളുടെ ചിലവ് വരുന്നത് ഒന്നുമില്ല. കാരണം അക്കോമഡേഷൻ പോട്ടെ, ഫുഡ് പോട്ടെ. അതും AI ആയിട്ട് എന്താ ബന്ധം? അല്ല ബന്ധം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. മാനേജ്മെന്റിനൊന്നും ചെയ്യാൻ ഒന്നും പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. എന്നെയൊക്കെ ആടെ വേണമെങ്കിൽ ഇത് ശരിയാ. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ Mine's gone. My industry is dying. ആർക്കിടെക്ചറും അതൊക്കെയാണ്. It's dying by the minute. ഓ, അപ്പൊ എനിക്ക് മാത്രമേ ജോലിയുള്ളൂ. ആർക്കിടെക്ചറിലെ ആൾക്കാരെ യൂസ് ചെയ്യാറുണ്ട്. പിന്നല്ല, അച്ഛൻ ഞങ്ങളുടെ ടീച്ചേഴ്സ് പക്ഷെ മുത്തിന് ഇപ്പോഴും യൂസ് ചെയ്യണം. ഉള്ള ഓപ്ഷൻ is making something handcrafted like pottery or woodwork or carpentry or something like that. handcraft. കുക്കിംഗ് Whatever is something handcraft, there's still scope in that. That's You why can I still want to do do product design. I love animation. I love storytelling. I am a storyteller, but the scope for that. and Tell the- stories with products. Yeah, that's what. കോൾഗേറ്റ് വർഷങ്ങളുടെ പാരമ്പര്യം. So I want to be good at something, man. I know I'll survive if I'm good at something, but yeah, my take is AI is not a bubble. It's here to stay, and it's here for the worst of us. So guys, support local artists, support artists generally. Try not to use much of AI. You said AI is going to be here, so why not just use it? നിങ്ങൾക്ക് പക്ഷേ No, it's bro. Just Use AI for your own benefit. പറ്റാവുന്ന അത്രയും കോളേജിൽ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഫാക്കൽറ്റി കാണിക്കരുത്. പിന്നെ അവർ നിങ്ങൾ ടാർഗറ്റ്. ഒരു കഴിവില്ലെന്ന് കാണിച്ചു കഴിഞ്ഞാൽ മൈൻഡ് പോലും ആക്കില്ല. കമ്പനി വന്നു കഴിഞ്ഞാൽ കമ്പനി കാണിക്കരുത്, ഫാക്കൽറ്റി കാണിക്കാൻ നിൽക്കരുത്. അവരുടെ അപ്രൂവൽ കിട്ടിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്. താങ്ക് യു. ഇത് ITC നോക്കാം. ITC ഞാൻ ITC പോകുന്നു. എനിക്ക് ITC മറാഠ ഓഫർ കിട്ടിയിട്ടുണ്ട് ഇന്റേൺഷിപ്പ്. താങ്ക് യു. ഇൻ്റർവ്യൂ പോലും തുടങ്ങിയില്ല, പക്ഷേ എനിക്ക് ഓഫർ കിട്ടി. താങ്ക്സ്. പക്ഷെ ഞാൻ താജ്മഹൽ പാലസിൽ പോകാൻ നോക്കുകയാണ്. കിട്ടിയാൽ പോകും, അല്ലെങ്കിൽ പോകില്ല. ഓക്കെ ബൈ. താജ്മഹൽ Tajmahal Palace കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു ITC കിട്ടിയില്ലെങ്കിൽ ITC മറാഠ. You mean Mumbai Taj? മറ്റേ ബോംബ് ബ്ലാസ്റ്റ് നടന്നു. Taj Vivanta. അതാണ് താജ്മഹൽ പാലസ്. Vivanta. സബ് ബ്രാൻഡാണ്. Taj Mumbai. Oh, താജ് മുംബൈ ഉണ്ട്. സൂപ്പറാ. that's a sort of idea. Just because you're a woman doesn't mean you can hit anyone. പറ്റും. I've been trying to trigger Vaidehi for 24 hours. 24 hours. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് Okay. കഴിഞ്ഞോ കോൺട്രോവേഴ്സി? ഞാൻ പറയണ്ടേ? Yeah. ഇത് പറഞ്ഞില്ലേ? എന്താ ഞാൻ പറഞ്ഞത്? വിജയ് അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതന്നെ. Okay. എനിക്ക് തോന്നുന്നു എൻ്റെ ന്യൂക്ലിയർ കുടുംബം 4 പീപ്പിളിൽ ഒരു 10 വർഷത്തിന് ശേഷം 2 സ്ട്രോങ് സംഘികളുണ്ടാവും. അത് ഏത് രണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യൂല, പക്ഷെ 2 പേരുണ്ടാവും. സംഖ്യ Yeah. സംഖ്യ പ്രോ ഹിന്ദു, പ്രോ BJP. ഓൾറെഡി ഉണ്ടല്ലോ. അത് വൈദേശിയും സുദർശനും. ഞാൻ സംഖ്യയായിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ പാത്രത്തിലുള്ള, പക്ഷെ എനിക്കറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ടോപ്പ് 3 എക്സുകളിൽ ഏതോ ഒരെണ്ണത്തിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. എനിക്ക്
എനിക്കങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് മനസ്സിലാവുന്നുണ്ട് അതിലൊരാളാണ് എൻ്റെ ഭർത്താവാൻ പോകുന്നത്. പ്രശ്നമില്ല, എനിക്ക് ആരെയും കല്യാണം കഴിച്ചാൽ ഇപ്പോൾ ഒരു പ്രശ്നം. അങ്ങനല്ല. അശ്വൻ എൻ്റെ ടോപ്പ് 3-ലില്ല. അത്ര മതി ഞങ്ങൾക്ക് എല്ലാവർക്കും. Imagine if 3 of our siblings sided in unison. Just because you said it. So imagine how. പുള്ളിക്കൊരു കഴിവില്ല, ഒരു തോരയില്ലാതെ എന്തൊരു മനുഷ്യനത്. I remember Vaidu, he you used to deserve bully me. a lot, so. He's never seen me. He's never spoken to me. പക്ഷെ ധൈര്യം. But he's bullied me. And he said, I remember, ഞാൻ ഊട്ടിയിലൊക്കെ ഇട്ട് വന്നാൽ ഞാൻ എന്നെ തല്ലി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അത് എക്സാക്ട്ലി എപ്പോഴാന്ന് പോലും പറയാം. ഏതുവിന്റെ അഡ്മിഷന് വേണ്ടി വന്നപ്പോ നമ്മളെന്ത് പറഞ്ഞു? അതിനും വഴക്ക് കിട്ടിയത് വൈദ്യുനായിരുന്നു. സോ ഇമാജിൻ ഹൗ ഡാഡ്ലെസ് ഹി വാസ്, റൈറ്റ്? ഓർ മൾട്ടിപ്പിൾ ഡാഡ്സ് ഫ്യൂച്ചർ. പക്ഷെ എൻ്റെ ടോപ്പ് 4-ലുണ്ട്. ഇത്ര പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞല്ലോ ടോപ്പ് 3-ലത്തെ ഒരാളാണ്. അപ്പൊ ഞാൻ എന്തായാലും കിട്ടൂല. ടോപ്പ് 4 പോലും വെക്കണ്ട. Man, your taste is bad. ടോക്സിക് ആൾക്കാരൊക്കെ എനിക്ക് അത്ര നേരത്തെ എന്താണ് എനിക്കെന്താണ് ഡാഡി ഇഷ്യൂ. അപ്പൊ ഇതെന്താണ് ഇത്? പാവം എൻ്റെ ദൈവം ഒട്ടും ടോക്സിക് അയ്യ അത് പാവം ഒരു ജന്മം. ഇതിന്റെ ആട്ടും തുപ്പൊക്കെ കേട്ട് എന്തിനോ വേണ്ടി He has a ജീവിക്കും. MacBook. എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ദൈവാംശനെ കിട്ടുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഒരു 22 ആയില്ലേ, 24 ആകുമ്പോഴത്തേക്ക് എൻ്റെ ബോഡി ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫിറ്റായിരിക്കും ഞാൻ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ 27 ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഞാൻ ഇന്ത്യ കഴിക്കാൻ വേദന വിളിച്ചിട്ടോ. ഞാൻ ഇപ്പോൾ വേദന വിളിക്കാറില്ല. വെരി ടോക്സിക്. ഒന്നും ഓൾഡ് ബുക്ക് മാത്രം, വേറെ ഫേവറേറ്റ് കോഴിക്കോട് കിട്ടാത്ത പക്ഷെ ബാംഗ്ലൂർ മാത്രം കിട്ടുന്ന ഒരു ബ്രോക്കോഡ് ഉണ്ടോ? ആ ബ്രോക്കോഡിന്റെ ട്രൈ പോലും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കറിയാം സീനാണ്. ഒരു ബ്രോക്കോഡ് അത് ബാംഗ്ലൂർ അതിന് 150 രൂപ. ആ 150 രൂപയുടെ ഒരു ബ്രോക്കോഡ് ഉണ്ടെങ്കിൽ ലൈഫ് അപ്ഡേറ്റിൽ ചെറിയൊരു കാര്യം മിസ്സായി പോയി. അത് വെള്ളം അടിക്കാത്ത സിഗരറ്റ് വലിക്കാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. സിഗരറ്റ് അല്ല, പക്ഷെ വെള്ളം അടിക്കാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. വെള്ളം തൊടാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. നീ തൊട്ടിട്ടുണ്ടല്ലോ കോളേജിൽ കയറിയിട്ട്. എത്ര ബ്രാക്കറ്റാണ് നോക്കി പ്രൂവ് ഹിംസെൽഫ് എ ഗുഡ് ബോയ്. പക്ഷെ കോളേജിൽ കയറിയിട്ട് വെള്ളത്തിൽ തൊടാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. കഴിക്കും. കോളേജിലും ഞാൻ. പിന്നെ എനിക്ക് തോന്നുന്നു 26 വയസ്സിന് മുന്നേ ഞാൻ ഒരു 2 പിയേഴ്സിംഗ് കൂടെ ചെയ്യായിരിക്കും. എനിക്ക് പിയേഴ്സിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇൻഡസ്ട്രിയിൽ സമ്മതിക്കില്ല. സെപ്റ്റം ഓൾറെഡി ഉണ്ടല്ലോ. അയ്യോ നമ്മൾ ഇത് കാണിച്ചില്ല. എന്തോന്ന് ഞാനൊന്ന് അയ്യോ ഇതാരാ ഇത്? പുതിയ ആളൊക്കെ ഉണ്ടല്ലോ. ഞരമ്പ് അത് പോവട്ടെടാ ഞരമ്പ. കളിക്കാൻ പറ്റില്ല. അത് ഇവിടെ ഉണ്ട്. ഇത് ഫെർബ്, അത് ഫിനിയസ്. അങ്ങനെ കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ഡോണ്ട് റിഗ്രറ്റ്. എനിക്ക് ഇതെല്ലാം അതാ എനിക്കിപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് എനിക്കറിയാം എന്തോ വരാനുണ്ട് എൻ്റെ വഴിക്ക്. ഇങ്ങനെ എന്തോ ഒരു മാനിഫെസ്റ്റിംഗ് ഡിസാസ്റ്റർ. No, dude, അതൊക്കെ തന്നെ തോന്നില്ല. Your life is not that happy, don't worry. ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ലിറ്ററലി ഒരു പ്രശ്നമില്ല. ഇപ്പം അക്കാഡമിക്സ്, ഫൈനാൻസിന് ഫൈനാൻസ്, റിലേഷൻഷിപ്സിന് അല്ല പാരൻസായിട്ടും ഫ്രണ്ട്സായിട്ടും അതിന് അത് പിന്നെ ടോക്സിക് ആയിട്ടുള്ളൊരു ആ സാധനം പോലും വഴിക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര സിംഗിളായിട്ട് ജീവിച്ചിട്ടില്ല. അതും ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അടുത്ത ടോപ്പിക്. ഇനി നമുക്ക് ലൈവിലോട്ട് കിടക്കാം. നമ്മുടെ ഫാൻസ് അല്ല ഒന്ന് ബ്രേക്ക് ചെയ്യാം. 35 minutes 1 footage too long. That's okay.